പ്രത്യേകിച്ച് 1948 സംഘ സത്യാഗ്രഹത്തിൽ സംഘത്തിനെതിരായിട്ടുള്ള നിരോധനമുണ്ട്. ആ നിരോധന സമയത്ത് നമ്മുടെ മാന്യ ഭാസ്കർ റാവു മാത്രമാണ് ഔട്ട്സൈഡ് പ്രവർത്തിക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് പുറമേ നിന്നല്ല എല്ലാവരും പോകണമെന്നുണ്ടായിരുന്നു. ഭാസ്കർ റാവു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥലം മംഗലാപുരമാണ് എഴുതി കൊടുത്തുകൊണ്ട് മംഗലാപുരം വന്ന് ഇതാണ്. അതുകൊണ്ട് മംഗലാപുരത്ത് നിന്ന് കേരളത്തിലൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കും. മലബാർ ഭാഗവും തമിഴ്നാടും ഒരു സംസ്ഥാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെയും സഞ്ചരിക്കാം. കൊച്ചിയും തിരുവിതാംകൂറും സ്വതന്ത്ര സംസ്ഥാനങ്ങളായിരുന്നു. അവിടുത്തെ അത്രയും കർക്കശത വരില്ല. അതുകൊണ്ട് മുഴുവൻ കേരളത്തിൽ ഫ്രീ ആയിട്ട് സഞ്ചരിച്ച് സംഘപ്രവർത്തനം സംഘടിപ്പിക്കാം അണ്ടർഗ്രൗണ്ട്. അതിന് സൗകര്യം. അതുകൊണ്ട് നമ്മുടെ നല്ല സത്യാഗ്രഹ ബാച്ചും ധാരാളം ശ്രമിച്ചു. അതിനുശേഷം സംഘത്തിൻ്റെ ഒരു സ്വീകാര്യതയും ഒക്കെ ഉണ്ടായി. സംഘ നിരോധനം കഴിഞ്ഞ ശേഷമുള്ള കാര്യം ശരിക്കും നോക്കുമ്പോൾ 60കളാവുമ്പോഴേക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ വ്യാപകമായിട്ട് വന്നു തുടങ്ങി. ആ സമയത്താണ് 1948 ഞാൻ പറഞ്ഞത് വിട്ടുപോയി. 48 പൂജനീയ ഗുരുജിയുടെ കേരള സന്ദർശനം ഉണ്ടായി. ആ കേരള സന്ദർശന സമയത്ത് മാർക്സിസ്റ്റുകാർ പരസ്യമായി തിരുവനന്തപുരത്ത് പരമേശ്വരി മുഖ്യ ശിക്ഷക്കാരി പരിപാടി കയറി ആക്രമിക്കാനൊക്കെ ആയിട്ട് തയ്യാറായി. ഗുരുജി ഗോൾവൽക്കർ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞു. അതിനെ സ്വയംസേവകർ കൈകാര്യം ചെയ്തു. അതിനെക്കുറിച്ചാണ് പിന്നീട് മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞത്. അന്ന് ഗുരുജിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് എൻ്റെ പുറത്തെ അടയാളങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതാണ് ശരിക്കും കേരളത്തിലൊരു എതിർപ്പ് എന്നുള്ള നിലയ്ക്ക് ഉണ്ടായത്.